ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രി നിങ്ങളുമായി ഒരുമിച്ചായിരിക്കാൻ ദൈവം അവസരമൊരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, കുടുംബം, പ്രിയ മാതാവ്, ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ സഹോദരന്മാർ, വിശ്വാസികളായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഹൃദയംഗമായ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. പ്രകാരം ഈ ഉപവാസപാത്രയിൽ എന്നെ ക്ഷണിച്ചതിലും ദൈവസഭയോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പ്രിയ കർത്താവിദാസൻ ഓർപ്പിച്ചതുപോലെ ദീർഘ വർഷങ്ങളായി കർത്താവിൻ്റെ വേരെയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. 1990 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിൽ 5 വർഷം കൽക്കാജി സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അതിന് ശേഷം ഞാൻ ട്രാൻസ്ഫറായി ബോംബെ പവൈ ചർച്ചിലുള്ള ബന്ധത്തിൽ സഭാ ചാർജിലും അവിടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അന്യോന്യം അതൊരു അനുഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിലപ്പെട്ട ദാസനോടും ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോടൊക്കെ ഒരുമിച്ചായിരിക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയെല്ലാം ദൈവം മാനിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്ത് ദൈവസന്നിധിയിലായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. മതി, ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ഈ മണിക്കൂറുകളിൽ അങ്ങേ പാടി ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഏഴകളായ എടിയങ്ങൾക്ക് അങ്ങ് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഈ ദേശത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന കർത്തദാസൻ കുടുംബം, ദൈവസഭ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, വിവിധ സാഹചര്യങ്ങളുടെ പുറത്ത് ഇവിടെ വരുവാൻ കഴിയാതെ പലയിടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ജനത്തെയും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം, ആലോചനയുടെ ശബ്ദം, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിപ്പാനിടയാകണമേ. ദൈവസന്നിധിയിൽ ഭക്ഷണം അല്ലി വെടിഞ്ഞ് ഭാഗ്യമായും പൂർണ്ണമായും ഉപവാസത്തിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഉപവാസപാത്രയിൽ അനുഗ്രഹിപ്പാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്ക് തടസ്സമായ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുറവുകളെ ക്ഷമിക്കണമേ. അങ്ങ് പ്രത്യേകമായി ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അവിടുത്തെ ആത്മാവിലാ ഞങ്ങളെ ബലപ്പെടുത്തുകയും ഈ ഉപവാസ പാത്രങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ട് ദൈവസഭ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നെ പ്രവർത്തിച്ച് നാമത്തെ മഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ് അവിടെ വായിച്ചു കേട്ടത്. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. ദൈവം പ്രവാചകനിലൂടെ വ്യക്തവും ശക്തമായി ഇടപെടുന്ന ഒരു ആലോചനയാണ്. ദൈവജനത്തിനൊരു വർധനവുണ്ട്. ഈ സഭയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂതാണ്. ഈ സഭയ്ക്കൊരു വർധനവുണ്ട്. നാം ആയിരിക്കുന്ന നിലവാരങ്ങളിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന്, എണ്ണത്തിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യക്തമായ ഒരു ചേഞ്ചിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവസഭയെ കൈപിടിച്ച് നടത്തുന്ന നാളുകൾ മുന്നിലുണ്ട്.
അരുളപ്പാടായി ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ഒരു ദൂത ദൈവാത്മാവ് അറിയിക്കുകയാണ്. വ്യക്തികളോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ എല്ലാം ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള അരുളപ്പാടുകളുണ്ട്. സ്തോത്രം. പ്രവാചകൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായം തുടങ്ങുന്നത് തന്നെ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിൽക്കുകയില്ല. ഇരുട്ടിന്റെ ശക്തികൾ, പ്രതികൂല ശക്തികൾ ദൈവമക്കളെ വിവിധ നിലകളിൽ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിൽ അവരെ ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലകളിൽ അന്ധകാരം മൂടിയ ഒരവസ്ഥയുണ്ടായിരുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ അന്ധകാരത്തിൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി അന്ധകാരം മൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചലിക്കാൻ കഴിയുകയില്ല. ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദ് പറയുകയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും, യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വ്യക്തികളെ മൂടുന്ന അന്ധകാരങ്ങളുണ്ട്, ദേശത്തെ മൂടുന്ന അന്ധകാരങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഭക്തൻ പാടിയപ്പോഴൊക്കെ പാടിയ ഹല്ലേലൂയ പാട്ടിൽ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല, രാത്രി പകൽ പോലെ പ്രകാശിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവവൈതലേ, മൂടപ്പെടുന്ന അന്ധകാരത്തിന്റെ മധ്യത്തിൽ ചില അത്ഭുത പ്രകാശം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, അത് ഹൃദയത്തിൽ, അത് ബുദ്ധിമണ്ഡലങ്ങളിൽ, ദൈവമക്കളുടെ ദേഹന്തേകി ആത്മാവിൽ, ഭാവി വഴികളിൽ, ദൈവസഭയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ദൈവത്തിന് പുതിയ പ്രകാശങ്ങൾ പകരാനുണ്ട്. ദൈവത്തിന് പുതിയ പ്രകാശനങ്ങൾ പകരാനുണ്ട്. ആത്മപ്രകാശനങ്ങൾ ദൈവത്തിന് പകരുവാനുണ്ട്. ദേശത്ത് മൂടുന്ന അന്ധകാരങ്ങളുണ്ട്. ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നതാണ്, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയുടെ പുറത്ത് കോഴി പൊരുന്നിയിരിക്കുന്നത് പോലെ നശിച്ചു പോകാതെ ദൈവ പദ്ധതികൾ നടപ്പാക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് പൊരുതിക്കൊണ്ടിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ ശക്തികൾ പല വിവിധ നിലകളിൽ ഉയർന്നു വരുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവ പദ്ധതിക്കായി ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്വന്തം ചെയ്താണ്ട് ശത്രു പല നിലകളിൽ കേടുവരുത്തുവാൻ നമുക്കെതിരെ കടന്നു വന്ന സന്ദർഭങ്ങളുണ്ട്. എന്നേക്കുമായി നശിച്ചു പോകത്തക്ക നിലകളിൽ ഇരുട്ട് നമ്മെ മൂടി അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പൊരുതിക്കൊണ്ടിരുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പൊരുതിക്കൊണ്ടിരുന്നു. നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം പൊരുതിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആഴത്തിന്മീതെയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദേശങ്ങളെ മൂടുന്ന അന്ധകാരമുണ്ട്. യെശയ്യാപ്രവചനം 60-ാം അധ്യായമൊക്കെ നമുക്ക് കാണാപ്പാടമാണ് അല്ലേ. ഞാൻ എല്ലാ വചനവും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കത്തില്ല. നിങ്ങൾ വചനം അറിയാവുന്ന ദൈവമക്കളാണ്, ആരാധിക്കുന്ന ദൈവമക്കളും ദൈവവചനം അറിയാവുന്നവരുമായതുകൊണ്ട് ഞാൻ വചനം കൂടുതലായി ഇങ്ങനെ പറഞ്ഞു തന്നെ മുന്നോട്ട് പോകും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമുക്കറിയാം യെശയ്യാ 60:1 അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അപ്പോൾ ദേശത്ത് മൂടുന്ന അന്ധകാരങ്ങളൊന്നും നമ്മെ തടഞ്ഞു നിർത്താതെ കണ്ട്, നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ നിശ്ചലമാക്കാതെ,
സ്വർഗത്തിലെ ദൈവം നമ്മളൊരു ദിവ്യ പ്രകാശം പകർന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു പ്രകാശം തന്നതോർത്ത് സ്തോത്രം ചെയ്ത് നമ്മുടെ ആത്മീക ജീവിതത്തെ ദൈവം ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ചതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിച്ചല്ലോ. ആരാധന എന്താണ്, എങ്ങനെ ആരാധിക്കണം, ആരെ എങ്ങനെ ആരാധിക്കണമെന്നല്ല സ്വർഗത്തിലെ ദൈവം നമ്മുടെ കുരുട്ട് കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനിടയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹൃദയങ്ങളിൽ ദൈവം പ്രകാശിക്കുവാനിടയായിട്ടുണ്ട്. പറയുമ്പോൾ ഈ സുഭാഷിതം ചൊല്ലിയ ഒരു സന്ദർഭത്തിൽ, വിഷയം ഇച്ചിരി വിട്ടാണെങ്കിലും, ഇയ്യോബിനെ പ്രത്യേകമായി മൂടിയ ഒരു അന്ധകാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. 29-ാമത്തെ അധ്യായ ഭാഗം ഒന്നെടുത്ത്, വ്യക്തികളെ മൂടുന്ന അന്ധകാരം, ദേശത്തെ മൂടുന്ന അന്ധകാരം, കേടുകൾ വരുത്തുവാൻ തക്ക നിലകളിൽ മൂടുന്ന അന്ധകാരങ്ങൾ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ അഴിഞ്ഞു മാറണം. ഈ ദൈവവചനം അഡ്വാൻസ് ആയിട്ടാണ് ദൈവാത്മാവ് അയക്കുന്നത്. വചനം അയച്ചാൽ അയച്ച കാര്യം സാധിപ്പിച്ചേ മടങ്ങുകയുള്ളൂ. ദൈവവചന ശക്തിയോടെ മുഴങ്ങുമ്പോൾ അത് രാജാവിന്റെ അസ്ത്രമാണ്. അത് ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കുന്നതാണ്. ദൂതന്റെ ആശ നശിച്ചു പോകുന്നതാണ്. Praise the Lord. Hallelujah. ഇയ്യോബ് ദൈവസന്നിധി സുഭാഷിതം ചൊല്ലി, ദൈവം എന്നെ കാത്തുപോകുന്ന നാളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. 29-ന്റെ ആരംഭം വരുന്ന വായിച്ച ഇയ്യോബിന്റെ പുസ്തകം. എന്തെന്നാൽ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് അവന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അപ്പൊ ദൈവം എവിടെ നിന്നു? തലയ്ക്ക് മീതെ പ്രകാശിച്ചു. ഹെഡ്ലൈറ്റ് ആയിട്ട് ദൈവം നിന്നു. പോകുന്നിടത്തെല്ലാം ദൈവപ്രകാശം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. അപ്പോൾ പാതയിൽ പ്രകാശം, ഹല്ലേലൂയ, തലയ്ക്ക് മീതെയുള്ള പ്രകാശം, ഹൃദയത്തിനകത്ത് പ്രകാശം. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ക്രിസ്തു നമ്മളിൽ പ്രകാശിക്കുകയാണ്. ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാനാണ്, മലമേലുള്ള ഒരു പട്ടണം പോലെ പ്രകാശിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് ഒരു പേര് വന്നിരിക്കുന്നത്, വെളിച്ചത്തിന്റെ മക്കൾ. ആരുടെ മക്കളാ? വെളിച്ചത്തിന്റെ മക്കൾ. അപ്പോൾ ഒരു സ്ഥലത്തും അന്ധകാരത്തിന് സ്ഥാനമില്ല. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബ് സുഭാഷിതം ചൊല്ലുകയാണ്, പണ്ടത്തെ നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളാമായിരുന്നു. അന്ന് എന്റെ തലയ്ക്ക് മീതെ ദൈവത്തിന്റെ ദീപം പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. സ്തോത്രം സ്തോത്രം. അപ്പൊ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം തലയ്ക്ക് മീതെ വെളിച്ചമായി. സ്തോത്രം സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധക്കളമാണ്. എന്താണ്? യുദ്ധക്കളമാണ്. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, കർത്തൃത്വങ്ങളോട്, ഈ ലോകത്തിലെ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും. സ്തോത്രം. അപ്പോൾ അവിടെ അന്ധകാരത്തെ കുറിച്ച് പറയുന്നത്, അന്ധകാരത്തിന്റെ ലോകാധിപതി, ഈ ലോകത്തെ മൂടുന്ന ഒരു അന്ധകാരമുണ്ടെന്ന്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കുവാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ കലല് കുരുടാക്കുന്ന ദൂട്ടപ്പിശാച് ഈ ലോകത്തിന്റെ അധിപതിയുടെ മേൽ ദേശത്ത് ദൈവസഭ പടരുവാൻ കഴിയാതെ, വളർന്ന് പടർന്ന് വന്തളിക്കുവാൻ കഴിയാത്ത നിലകളിൽ മൂടുന്ന അന്ധകാരത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു ജയം ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ദൈവമക്കൾ ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വടക്കിനോട് തരിക എന്ന് തെക്കിനോട് തടുത്തു വെക്കരുത് കൽപ്പിക്കുന്ന വഴി തടയുന്ന അന്ധകാരങ്ങൾ
നമ്മുടെ ശിവകാലത്തെ എടുത്തു കളയുന്ന അന്ധകാരങ്ങൾ, ആത്മാക്കളെ തടയുന്ന അന്ധകാരങ്ങൾ, അതിനോടെല്ലാം ഇന്ന് രാത്രി ദൈവമക്കൾ യുദ്ധം ചെയ്ത് ഈ ഉപവാസ പ്രാർത്ഥന ദേശത്തിന്റെ ബന്ധനം അഴിഞ്ഞ് ജനം കെട്ടഴിഞ്ഞ് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചു കൊള്ളണം. കർത്താവേ, ഈ ദേശത്തെ നീ സന്ദർശിക്കണമേ, ഈ ദേശത്ത് നീ ആത്മാക്കളുടെ കൊയ്ത്തുണ്ടാകണമേ, കെട്ടഴിഞ്ഞ് ജനം കടന്നു വരുവാൻ ഇടയാകണമേ. Praise the Lord. Hallelujah, hallelujah. രഹസ്യ അറകള് ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ദുരാലോചനകളുമായിട്ടൊക്കെ കടന്നു വരുന്ന പട്ടണ ശക്തികളുടെ മേൽ നമുക്ക് ജയം നൽകുന്നവനാണ് കർത്താവ്. ഫറവോന്റെ ആലോചനകളെ തകർത്ത് കളയുന്നവനാണ് ദൈവം. സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ നമ്മളൊരു പോർക്കളവേടിലായിരിക്കുന്നു, നമുക്ക് പോരാട്ടമുണ്ട്. സ്തോത്രം, നാം ഒരു യുദ്ധക്കളത്തിലാണ്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ, അല്ലെങ്കിൽ വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതിയോട് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും നമുക്ക് പോരാട്ടമുണ്ട്. ആരാധിച്ചും പ്രാർത്ഥിച്ചും ദൈവമക്കൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, കാരാഗ്രഹത്തിനകത്തൊരു വെളിച്ചം പ്രകാശിച്ചെന്ന പത്രോസിനെയൊക്കെ ബന്ധിച്ചിട്ടു 4 സേവകരുള്ള 4 കൂട്ടത്തിൽ ഏൽപ്പിച്ചു. എന്നാൽ അതായത് ആ രാത്രിയിൽ, അതായത് പത്രോസിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിക്കുന്നതിന്റെ തലേ രാത്രിയിൽ അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേ ദിവസം പത്രോസിനെ തകർത്ത് കളയാനാ ഹേരോദാവ് എല്ലാ പരിപാടിയും ഒപ്പിച്ചത്. എന്നാൽ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അർദ്ധരാത്രി പൗലോസും സീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നപ്പോ വെളിച്ചം ചോദിച്ചുകൊണ്ടാ വരുന്നത്. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളുടെ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ അന്ധകാരം വഴിമാറുകയാണ് ദൈവമക്കളുടെ മുമ്പിൽ നിന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവവചനം പറയുകയാണ്, ഇരുട്ട് നിൽക്കുകയില്ലെന്ന്. ഇതുവരെ മൂടിയ ഇരുട്ട് നിൽക്കുകയില്ല, ഇതുവരെ തടഞ്ഞ ശക്തികൾ നിൽക്കുകയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ, എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. തിമിരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിൽക്കുകയില്ല. സ്തോത്രം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, പണ്ട് അവൻ ഒന്ന് വായിച്ച്, സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും. അപ്പൊ ഈ 2 ഗോത്രങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒന്ന് സെബുലൂൻ ഗോത്രം, മറ്റൊന്ന് ഇസ്രായേൽ ഗോത്രം 12. അതിൽ 2 ഗോത്രങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ 2 ഗോത്രത്തിനും ഹീനത വന്നല്ല, വരുത്തിയെങ്കിലും. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ അറ്റാക്കുകൾ ഈ ഗോത്രത്തിനെതിരെ കടന്നു വന്നു. അത് നിമിത്തം ഈ ഗോത്രങ്ങൾക്ക് ഹീനത സംഭവിച്ചു. പക്ഷെ ദൈവം അറിയാതെയല്ല. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപത്തിൽ അവർ അകപ്പെടുമ്പോൾ, ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ പലപ്പോഴും ഏൽപ്പിക്കാറുണ്ട്. സ്തോത്രം, സ്തോത്രം. അത് അന്നും അതെ, അത് ഇന്നും അതെ. എന്നാൽ അങ്ങനെ ഹീനത വന്ന സെബുലൂൻ അല്ലെങ്കിൽ നഫ്താലി ഇവരത്ര മോശക്കാരൊന്നും അല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ജനം, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതികൾക്കായി ദൈവം വേർതിരിച്ചിരിക്കുന്ന ജനം, സ്തോത്രം, സ്തോത്രം. ശക്തിയോടെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം.
കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം, പ്രത്യേക വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ദൈവമക്കൾ ഈ ആലയത്തിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം ശ്രമിക്കുമ്പോൾ, ദൈവവചനയെ നിന്റെ ജീവിതത്തിൽ മൂടുന്ന അന്ധകാരങ്ങളെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. വന്നിരിക്കുന്ന താഴ്ചകളെ ദൈവം എടുത്തു മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ശത്രുവിന്റെ പോരാട്ടങ്ങളെ ദൈവം മാറ്റിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹീനതകൾ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ശത്രുവിന്റെ അറ്റാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നടത്തി അതിന്റെ 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സ്തോത്രം, ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തങ്ങൾ 16-ന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. ബെൻഹദദ് അസാ രാജാവിന്റെ വാക്ക് കേട്ട് തന്റെ സേനാധിപന്മാരെ ഇസ്രായേൽ അപ്പൊ ബെൻഹദദിൽ കൂടെ ഈ ജനം ആക്രമിക്കപ്പെട്ടു. ആ ദേശത്തെ എന്ത് ചെയ്തെന്ന ആ ജനത്തെ പിടിച്ചു കൊണ്ടുപോകുവാനിടയായിട്ട് എന്ന് പറഞ്ഞാൽ അടിമത്വം കടന്നു വന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശത്രുവിന്റെ അറ്റാക്കുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ വന്ന ഹീനതകൾ അതിനെ മാറ്റിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി. അതാണ് ആ വാക്യത്തിൽ വായിക്കുന്നത്. ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവർക്ക് വേണ്ടി വഴിയൊരുക്കുമെന്ന്, ദൈവം തന്നെ അവർക്ക് വേണ്ടി ഇടപെടുമെന്ന്, സ്വർഗത്തിലെ ദൈവം തന്നെ അവർക്ക് വേണ്ടി കടന്നു വരുമെന്ന്, ദൈവത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇടപെടൽ ദൈവമക്കളുടെ ദൈവത്തിൽ വരുമ്പോഴാണ് ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ശബ്ദം ദൈവമക്കളിൽ മുഴങ്ങുമ്പോഴാണ് ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്പർശനം ദൈവജനം ഏൽക്കുമ്പോഴാണ് ജനം വിടുവിക്കപ്പെടുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനം ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവേ, എന്നിൽ കൂടെ നിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി തീരണമേ. സ്തോത്രം, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമേ, എന്നിൽ കൂടെ നിന്റെ നാമം മഹത്വപ്പെടുവാനിടയായി തീരണമേ. സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്ന സമയം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ നല്ല ഡിഗ്രി നല്ല അതായ രീതിയിലൊക്കെ നല്ലതായിട്ട് പോകുന്ന പല ഫാമിലികൾ വ്യക്തികളുണ്ട്. സ്തോത്രം. അതാ ചില അധികം നല്ല ജോലിയൊന്നുമല്ല, പക്ഷേ അതോടൊപ്പം തന്നെ എടുത്തു പറയാൻ അങ്ങനെ പ്രത്യേകമായ ഡിഗ്രികളോ കഴിവോ ഒന്നും ഇല്ലാത്ത ചില പ്രിയപ്പെട്ടവരുണ്ട്. അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എളിയ ജനം. അതില് ഒരു സഹോദരന് വീടുമില്ല കൂടുമില്ല, ഭാര്യയും ഭർത്താവ് ഒറ്റയ്ക്ക് വിശ്വാസി വന്നവർ അല്ലെങ്കിൽ അവസ്ഥയാണ്. ഏതൊക്കെ ഇച്ചിരി ഓവറായ ശേഷമാണ് എൻ്റെ കൈ കിട്ടി. അവൻ രക്ഷിക്കപ്പെട്ട് ദൈവമാകത്ത് വന്നു. അവന് വേണ്ടി ഒരു അല്ലെങ്കിൽ കല്യാണമൊക്കെ നടത്തി അവനൊരു മകളെ ദൈവം കൊടുത്തു. ആ കുഞ്ഞിപ്പോൾ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. പക്ഷെ ആ സഹോദരനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അധികം കാര്യങ്ങളൊന്നും ലോകപ്രകാരം പറയാനില്ലെങ്കിലും പുള്ളിക്കാരൻ പോയി ചേരുന്ന ആത്മാക്കളെ കൊണ്ടുവരും. അടുത്ത് താമസിക്കുന്നവരോടും താൻ കടന്നു പോകുന്ന ഇടത്തൊക്കെ യേശുവിനെ കുറിച്ച് പറയും. അങ്ങനെ ദൈവഭാഗത്ത് വന്ന പല വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. അപ്പോൾ ദൈവനാമം മഹത്വമായി നാം തീരണമെങ്കിൽ നമ്മുടെ കർത്താവിനെ നാം ഉയർത്തണം. സ്തോത്രം, സ്തോത്രം. വലിയ മിടുക്കന്മാരൊക്കെ സഭയിൽ പലരുണ്ട്. എന്നാൽ ഒരാത്മാവിനെ പോലും നേടുവാൻ കഴിയാത്ത പല പ്രിയപ്പെട്ടവരുള്ളപ്പോൾ ഞാൻ പറഞ്ഞ ആ കൊച്ചു സഹോദരൻ പലരെയും കർത്താവിന് വേണ്ടി നേടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ സമർപ്പിക്കുക. ദൈവമേ, ഈ വർഷത്തിന്റെ 6-ാം മാസം നമ്മൾ ആയിരിക്കുമ്പോൾ വർഷം അവസാനിക്കുന്നതിന് മുമ്പേ ചില ആത്മാക്കളെ എനിക്ക് തരണമേ കർത്താവേ. അല്ലെങ്കിൽ പുതുവർഷങ്ങൾ ദൈവം തരികയാണെങ്കിൽ കർത്താവേ, ആത്മാക്കളെ നേടുവാൻ എനിക്ക് കൃപ നൽകണമേ. കണ്ടുമുട്ടുന്നവരോട് വ്യക്തികളുമായുള്ള ബന്ധത്തിലൊക്കെ ചിലതിനെയൊക്കെ വഹിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ജാഗരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ചിലതിന്റെ കെട്ടുകൾ അഴിച്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവസഭയ്ക്കൊരു വാർത്തനമുണ്ട്. ദൈവം ആത്മാക്കളുടെ ഉടമസ്ഥനാണ്.
ആത്മാക്കളുടെ വിടുതലുകൾ ദൈവം പകർന്ന് സഭയെ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ദൈവത്തിന്റെ ദൂത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. സ്വോത്രം സ്വോത്രം. ദേശത്തിലെ അന്ധകാരങ്ങളെ ദൈവം അല്ലെങ്കിൽ വെട്ടിമാറ്റി, വ്യക്തികളെ മൂടുന്ന അന്ധകാരങ്ങളെ ദൈവം ഇല്ലാതാക്കി ഈ ദിവസങ്ങളിൽ ചെല്ല് അത്ഭുത പ്രകാശത്തിലേക്ക് ആത്മാക്കൾ ദൈവത്തിന്റെ വെളിച്ചം, പ്രകാശം, സുവിശേഷം കേട്ട് ദൈവഭാഗത്ത് വനത്തക്കവണ്ണം ദൈവം നമ്മെ നിമിത്തങ്ങളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വോത്രം സ്വോത്രം. ചിലര് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവർ ആരാധനയ്ക്ക് വരും. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി തൻ്റെ വീട്ടിലൊരു മറ്റവക്കാരി വന്നു. അപ്പോൾ അതായത് രാവിലെ വന്നു ഞായറാഴ്ച. ആ സഹോദരി ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് വല്ല പരിപാടി ഉണ്ടോ? ഇല്ല. അപ്പോൾ അവർ വന്നിട്ട് പോകാൻ വന്നതാ. അങ്ങനെയാണെങ്കിൽ ആരാധനയ്ക്ക് കൂടിയിട്ട് പോകോ? ആ സഹോദരിയുടെ പേര് ജ്യോതി. അപ്പോൾ വന്നു. കാര്യങ്ങൾ പുതിയ കാര്യത്തിനാണ് വന്നതെങ്കിലും ഒരു ചോദ്യം, ഇന്ന് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ആരാധനയ്ക്ക് വാ. ആ സഹോദരി വന്ന് ദൈവവചനം കേൾക്കുകയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണുവാനിടയായിത്തീർന്നു. അപ്പോൾ അവസരങ്ങൾ നാം മുതലാക്കുക. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കായിരിക്കാം ഒരു വ്യക്തിയെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ ഞങ്ങൾക്കല്ല, ദൈവമേ ഞങ്ങൾക്കല്ല, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. എന്റെ ജീവിതം കൊണ്ട് ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ആത്മാക്കളുടെ വിടുതലുകൾ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഉപകരണമായി എന്നെ, ഒരു വഴിത്തിരിവായി എന്നെ ഉപയോഗിക്കണമേ എന്ന് ആഗ്രഹമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി സമർപ്പിച്ചു കൊള്ളണം. സ്തോത്രം സ്തോത്രം. അന്ധകാരത്തിന്റെ ശക്തികളൊന്നും പിടിച്ചു നിൽക്കല്ലേ. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളൊന്നും നമ്മളെ മൂടരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിമിരം നിൽക്കയില്ലെന്നാ ദൈവാത്മാവ് പറയുന്നതെങ്കിൽ ദൈവസഭയിലെ ഒരു വ്യക്തിക്കെതിരെ പോലും ഈ തിമിരം നിൽക്കുവാൻ പാടില്ല. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കണ്ട ദൈവമക്കൾ ദൈവനാമ മഹത്വമായി തീരുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവപദ്ധതി. സ്തോത്രം സ്തോത്രം. ഇവിടെ വായിക്കുകയാണ്, ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ കടൽ വഴിയായി ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അവിടെ കടന്നു ചെന്നു. ആര് ചെന്നു? യേശു കർത്താവ് അവിടെ കടന്നു ചെന്നു. മത്തായി എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 12 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 4:12 പോലെ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ മത്തായി സുവിശേഷം, മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് കടന്നുപോയ വായിച്ചാട്ടെ. അത് തന്നെ 4:12 പോലെ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്ന ഭൂമിയിൽ ചെന്നു പാർത്തു. കണ്ടോ? യേശു ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോ നസ്രേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർന്ന ഭൂമിയിൽ ചെന്ന് പാർത്തു. ആരാണ്? ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ്, ആത്മാക്കളുടെ ഉടമസ്ഥനായ കർത്താവ്. ഹീനത വന്ന ദേശത്ത്, സ്തോത്രം സ്തോത്രം, മഹത്വം നഷ്ടപ്പെട്ട ദേശത്ത്, താഴ്ചകൾ വന്ന ദേശത്ത് യേശു കർത്താവ് കടന്നു ചെന്ന് പാർത്തു. അവിടെ നാം യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ വായിച്ച വേദഭാഗം മത്തായി എടുത്തെഴുതിയിരിക്കുകയാണ്. അവിടെ 15-ാം വാക്യം ശ്രദ്ധിച്ചാൽ മരണത്തിന്റെ ദേശത്തിൽ, അപ്പോൾ ആ ദേശത്തിന്റെ പേരെന്തുവായിരുന്നു? മരണത്തിന്റെ ദേശം. മാത്രമല്ല ഇരുളിൽ, അതിന്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ശോഭിച്ചു. സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയമായത്. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തി ദൈവഭാഗത്ത് വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഒരാത്മാവിന്റെ വില എന്ന് പറഞ്ഞാൽ ഭൂലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉപവാസ പ്രാർത്ഥന എനിക്ക് നിങ്ങളെ ഉത്സാഹിപ്പിക്കാനുള്ള ഒരു സന്ദേശം ഇതാണ്.
അന്ധകാരത്തിൽ നിന്ന് ദൈവമക്കൾ ജയം പ്രാപിച്ച് വിടുതലുകൾ പ്രാപിച്ച് കർത്താവിന്റെ വെളിച്ചമായി നാം ഈ ഡൽഹി പട്ടണത്തിൽ ജീവിച്ച് ദൈവനാമം മഹത്വമായി തീരുവാൻ ദൈവമേ എന്നെ ഒരു ഉപകരണമാക്കണേ, എന്നെ നിന്റെ നാമം മഹത്വമായി തീർക്കണമേ എന്ന് ഈ ഉപവാസത്തിൽ ദൈവമക്കൾ സമർപ്പിച്ചാൽ നമ്മളിലൂടെ ദൈവം ഒരു വർത്തനവ് കൽപ്പിച്ചാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ യെശയ്യാപ്രവചനം നമ്മൾ വായിച്ചു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നമ്മുടെ കുറിവാക്യം ഇതാണ്: നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. വർത്തനവെന്ന് പറയുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർത്തനവിൻ്റെ പിന്നിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എത്ര കൈയും കാലും ഇട്ടടിച്ചാലും വർത്തനവ് ദൈവം തന്നാലേ ഉള്ളൂ. സ്വോത്രം സ്വോത്രം. ആ അർത്ഥത്തിൽ പല വേദഭാഗങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാപ്രവചനം ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 26-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ജനത്തെ വർദ്ധിപ്പിച്ചു, വർദ്ധിപ്പിച്ചു. യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു. പ്രവാചകൻ അല്ലെങ്കിൽ പറയുകയാണ്, പ്രവചിക്കുകയാണ്, നീ വർദ്ധിപ്പിച്ചു. യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു. നീ മഹത്വപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവം വർത്തനവ് അല്ലെങ്കിൽ നമ്മുടെ മധ്യ അയക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. അപ്പൊ ഈ ദൈവസഭയ്ക്കൊരു വർത്തനമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്നെ ഇടപെടാൻ പോവുകയാണ്. സ്വോത്രം സ്വോത്രം. എന്തിന്? കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ. അടുത്ത് വായിച്ചാട്ടാ വാക്യം സീർത്തൊന്ന് വായിച്ചേ. ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കി, ദേശത്തിന്റെ അതിരുകളെ ഒക്കെ നീ വിശാലമാക്കിയിരിക്കുന്നു. സ്വോത്രം സ്വോത്രം. അപ്പൊ വർത്തനവിന് വേണ്ടി ദൈവം ചെയ്യുന്നത് പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുകയല്ല, വാതിലുകൾ അടയപ്പെട്ട അവസ്ഥയല്ല. സ്വർഗത്തിലെ ദൈവം ദേശത്തിന്റെ അതിരുകളെ വിശാലമാക്കും. സ്വോത്രം സ്വോത്രം സ്വോത്രം. തെക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും സ്വർഗത്തിലെ ദൈവം നമുക്ക് ആത്മാക്കളെ തരുമെന്ന്. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുത് എന്ന് കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിന്റെ വ്യാപാര ശക്തി, ദൈവത്തിന്റെ ശബ്ദം തന്നെ മുഴക്കിക്കൊണ്ട് ആത്മാക്കളെ തടയുന്ന അന്ധകാരങ്ങളെ, ദേശത്ത് മൂടുന്ന അന്ധകാരങ്ങളെ സ്വർഗത്തിലെ ദൈവം മാറ്റി ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുവാൻ കെട്ടഴിഞ്ഞ് ജനം കടന്നു വരത്തക്കവണ്ണം, കെട്ടഴിഞ്ഞ് ജനം കടന്നു വരത്തക്കവണ്ണം, കൂട്ടമായി ചിലത് വിടുവിക്കപ്പെടത്തക്കവണ്ണം, അടകല വടകാരകല ഹന്തരാജകൽക്കര ദേശത്ത് ദേശത്ത് ചില സന്ദർശിക്കപ്പെടത്തക്കവണ്ണം. ഈ വർത്തനവിനെ തടയുവാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. എന്തുവാ? പല തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. സ്തോത്രം. വർത്തനം ഒരിക്കലും പിശാചിന് ഇഷ്ടമല്ല. ഇവൻ മോഷ്ടിക്കുന്നവനാണ്. എന്നാൽ കർത്താവ് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ കടന്നു വരുന്നവനാണ്. മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകാനും അത്രയും നമ്മുടെ കർത്താവ് വന്നത്. അപ്പോൾ ജീവിതങ്ങളുടെ വർത്തനവിനെ പ്രാപിച്ചതിനെ കടന്നു വരേണ്ടതിനെ ഒക്കെ അവയെ തടയുവാൻ നോക്കുന്ന, നമുക്ക് ദൈവം തന്ന അനുഭവങ്ങളെ മോഷ്ടിക്കുവാൻ നോക്കുന്ന അല്ലല്ലോ മോഷ്ടാവിന്റെ മേൽ നമുക്ക് ഈ ഉപവാസത്തിൽ ജയമുണ്ട് കേട്ടോ. ആരോഗ്യത്തെ മോഷ്ടിച്ചു കളയും പിശാച്. സഹോദരം സഹോദരം, നമ്മുടെ ആത്മീയവും ഭൗതികമായ ജീവിതത്തിനെതിരെ അവൻ കൈകടത്തുവാൻ നോക്കും. അതുകൊണ്ട് ആ ദൈവമക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ഈ അന്ധകാരങ്ങൾ മാറിപ്പോകണം. സ്തോത്രം സ്തോത്രം. ബുദ്ധിയോടെ പിശാച് പലപ്പോഴും പോരാടാറും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ
4 വാക്യങ്ങളിലായി വർത്തനവിനോടുള്ള ബന്ധത്തിൽ മോശയിലൂടെ ജനം വിടുവിക്കപ്പെടുവാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് മുമ്പേ 70 ദേഹികളുമായി മിസ്രൈമിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം അവർ വർദ്ധിക്കത്തക്ക നിലകളിൽ ദൈവം ആ ജനത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്പർശനം ദൈവം അയച്ചു. പുറപ്പാട് ദിവസം 1:7 വായിച്ചാട്ട. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ ജനം സന്താന സമ്പന്നരായി അത്യന്തം പെരുകി. എങ്ങനെ ബലപ്പെട്ടല്ലേ? അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. എത്ര നല്ല വർധനമല്ലേ! എവിടെ നോക്കിയാലും കുറെ പെന്തിക്കോസുകാർ കാണണം. സ്വതന്ത്രം നമ്മുടെ ആരാധന നടക്കുന്ന ചുറ്റുപാടുകള്, നാമായിരിക്കുന്ന പട്ടണത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്വർഗത്തിലെ ദൈവം തൊട്ട് കഴിഞ്ഞാൽ നിത്യജീവനായി നിയമിക്കപ്പെട്ടതൊക്കെയും വിശ്വസിച്ച് ദൈവഭാഗത്ത് കടന്നു വരുവാനിടയായിത്തീരും. ഈ പട്ടണത്തിൽ കർത്താവിന് വളരെ ജനമുണ്ട്. ദൈവമക്കളെ, ഈ പട്ടണത്തിൽ കർത്താവിന് വളരെ ജനമുണ്ട്. ഈ ദൈവസഭയിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് നിമിത്തങ്ങളായി ദൈവം ഇവിടെ ഇരിക്കുന്ന വളരെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അതിലൊരു ഭാഗവാക്കായി തീരുവാനാണ്. നിങ്ങൾ അതിനുവേണ്ടി ചെലവായി പോകുവാൻ, നിങ്ങൾ അതിനുവേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ അതിനുവേണ്ടി പുറപ്പെടുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക വിളിയും തെരഞ്ഞെടുപ്പ് ഈ ദൈവസഭയ്ക്ക് ഉണ്ടെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു ഭാഗവാക്കായി ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെയൊക്കെ ഉപയോഗിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ദൈവ പദ്ധതിയാണെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ, നിന്റെ ശുശ്രൂഷയിൽ ഒരു ഭാഗമായി നിൽക്കുവാൻ എന്നെ കൂടുതലായി ഒന്ന് ശക്തീകരിക്കണമേ. ആഗ്രഹത്തോടെ സമർപ്പിക്കുമെങ്കിൽ ദൈവം അതിനായുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുക്കി നമ്മെ ഒരു ചൂണ്ടുപലകയായി ഒരു നിമിത്തമായി ദൈവത്തിന് ചിലരെ ഉപയോഗിപ്പാറുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അരുളപ്പാടായ ആലോചന പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ 12ാം വാക്യം, എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകി ദേശം അവരെ കൊണ്ട് നിറഞ്ഞപ്പോൾ ഫറവോൻ അവർക്കെതിരെ ബുദ്ധിയോടെ പെരുമാറുവാനിടയായിട്ട് ബുദ്ധി പ്രയോഗിച്ചു. അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു. അവരുടെ ജീവൻ കൈപ്പായി പോകത്തക്കവണ്ണം അവരെ അടിമപ്പെടുത്തുവാൻ നോക്കുകയാണ്. എന്നാൽ ആ പീഡ കടന്നു വരുമ്പോൾ ദൈവവചനം വായിക്കുകയാണ്, അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി. അപ്പൊ പീഡയുടെ മധ്യത്തിലാ വർത്തനം. സ്വതന്ത്രം നമ്മൾ വിചാരിക്കും പോയി പീഡമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന്. ഇവിടെ ഇപ്പോഴാണ് ശരിക്കും നടക്കുന്നേ. സ്വതന്ത്രം ഇറങ്ങിപ്പുറപ്പെടുന്ന ദൈവദാസന്മാർക്കറിയാം, അടിയൊഴുക്ക് ശക്തമായി ദൈവം അയച്ചിരിക്കുകയാണ്. അനേക രഹസ്യ അറകളിൽ കർത്താവിനെ വിശ്വസിച്ച് ആരാധിക്കുകയാണ്. ചില ദേശങ്ങൾ നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അവരൊക്കെ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന കാഴ്ച ജാതികളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതായത് ഡബിൾ അല്ല, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സ്വതന്ത്രം പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വർധനം. സ്വതന്ത്രം പീഡിപ്പിക്കുന്നോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അപ്പൊ ശത്രുപാളയങ്ങൾ പേടിക്കത്തക്കവണ്ണം വർദ്ധിക്കുന്ന സ്വതന്ത്രം ദേശം നിറയത്തക്കവണ്ണം ജനത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. ആ ഒരു കാഴ്ച നിങ്ങൾ വിശ്വാസം കണ്ടാൽ കണ്ടേ, ഇതൊക്കെ നിറഞ്ഞു കവിഞ്ഞത് പോരാ എന്ന് വരുവാണ്. ദൈവം ആത്മാക്കളുടെ ഒരു കൊയ്ത്ത് നമ്മുടെ സഭയ്ക്ക് വെച്ചിട്ടുണ്ട്. ദൈവം അതിനെല്ലാം നമ്മെ ഒരു നിമിത്തമായി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഈ ഉപവാസ പാട്ടിലൊരു പ്രത്യേക ദൂത ദൈവാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ധകാരങ്ങളെ തകർത്തുകൊണ്ട് ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് ജീവിതങ്ങളെ കൊണ്ടുവരും. ദൈവം അതിന് നിങ്ങളെ നിമിത്തങ്ങളായി ഉപയോഗിക്കും. ദൈവനാമ മഹത്വമായി ദൈവം നമ്മെ ഉപയോഗിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത് വായിക്കുകയാണ്. ജനം വർദ്ധിച്ച് ഏറ്റവും പ്രബലപ്പെട്ടു. 20-ാം വാക്യം അതാണ്. അതിന് അനുകൂലമായി പ്രവർത്തിച്ച സൂതികർമ്മിണികൾക്കും ദൈവം എന്ത് ചെയ്തു? കുടുംബ വർധനവ് നൽകി. നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചിലരെ അനുകൂലമാക്കും. പ്രതികൂലങ്ങൾ ഉള്ളപ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവം ചിലരെ നമുക്ക് വേണ്ടി അനുകൂലമാക്കും. അവരെ ദൈവം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിശ്വാസമുള്ളവർ സ്തോത്രം ചെയ്ത് പ്രതികൂലം എവിടെ ഉയരുന്നോ അവിടെ അനുകൂലമായ കാര്യങ്ങൾ ദൈവം ഒരുക്കും. സ്തോത്രം. ദൈവം അറിയാതെ ഒരു പ്രതികൂലം നമ്മുടെ യോഗത്തിൽ കടന്നു വരികയില്ല. അഥവാ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും നമുക്ക് വേണ്ടി അനുകൂലമായി ചില കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കളുടെ വർധനവ് പീഡയുടെ മധ്യത്തിലാണ് വർധനവ്. മറ്റൊന്ന്, ദൈവത്തിന്റെ സമയത്താണ് ദൈവം വർധനവ് തരുന്നത്. എന്താണ്? ദൈവത്തിന്റെ സമയത്ത്. അപ്പോസ്തലരുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ ആ വാക്ക് എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം ഇസ്രായേലിൽ വർദ്ധിച്ചു വരിക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. കണ്ടോ? ദൈവത്തിന്റെ സമയമാകുമ്പോഴാണ് വർധനവ് തരുന്നത് ദൈവമാണ്. പീഡകളുടെ മധ്യത്തിൽ ദൈവമക്കൾക്ക് വർധനവുണ്ട്. മാത്രമല്ല, ദൈവം വർദ്ധിപ്പിക്കുന്ന ഇടത്തെല്ലാം ശത്രു അമ്പരക്കുകയാണ്, ഭയപ്പെടുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും എന്ന്. എത്ര വർഷമായി ഇസ്രായേൽ ജനം മിസ്രയീമിൽ കഴിഞ്ഞ്? 400 സംവത്സരം. സ്തേഫാനോസ് പ്രസംഗത്തിൽ പറയുന്നുണ്ട്, 400 സംവത്സരം അവയെ അടിമത്വത്തിലായിരുന്ന ജനത്തെ ദൈവം പറഞ്ഞു പുറപ്പെടുവിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ പെരുകി വർദ്ധിച്ചു. അപ്പോൾ ദൈവത്തിന്റെ സമയത്തെ വർധനവോ. അങ്ങനെയാണ് ഉപവാസപ്പാർട്ടി പരിശുദ്ധാത്മാ പറയുന്നു, സഭയ്ക്കൊരു വർധനവുണ്ട്. ആ വർധനവിന്റെ സമയം വരും നാളുകളാണ്. നാളുകളായി കരഞ്ഞത്, നാളുകളായി പ്രാർത്ഥിച്ചത്, നാളുകളായി ആഗ്രഹിച്ച, ദൈവമക്കളുടെ ജീവിതത്തിൽ വാഞ്ചിച്ച ആ ഒരു പദ്ധതിയിലേക്ക് സഭയെ ദൈവം വർദ്ധിപ്പിക്കുന്ന പുത്തൻ നാളുകൾ, പുതിയ നാളുകൾ, പുതിയ ദിവസങ്ങൾ നമ്മുടെ മുമ്പ് ചില വർധനവിന്റെ നാളുകൾ ഉണ്ടെന്ന് ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വചനം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്പർശനം ഈ ദേശത്തുണ്ടാകും. വചനം കേട്ടവരുടെ മേൽ ഇത് വ്യാപരിക്കും. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം ചെല്ലെ ഉപയോഗിക്കും. ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവം ഇതിന്റെ പുറത്തെടുക്കും. ഒരു കൂട്ടം ശുശ്രൂഷ വൃന്ദങ്ങളെ ദൈവം ഇതിനകത്ത് നിന്ന് പുറത്തെടുക്കുമെന്ന് ഉടനബലമധികാര ഘടകജലതിയ ദൈവത്തിന് വേണ്ടി പുറപ്പെടുവാൻ, ദൈവത്തിന്റെ വായായി നിൽക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുവാൻ ദൈവം ചിലരെയൊക്കെ വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനകത്ത് ചിലതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൂതത്തെടുക്ക്. കർത്താവിന്റെ സ്പർശനം ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ജീവിതങ്ങൾ ദൈവം പകരുമാറാകട്ടെ. അപ്പോൾ വാഗ്ദത്തകാലം അടുത്തപ്പോഴാണ് ദൈവത്തിന്റെ ജനത്തിന്റെ വർധനവ്. ഈ വർധനവിന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്താണ്? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. അതിന് വചനമുണ്ടോ? യെഹെസ്കേൽ പ്രവചനം 36-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം വായിച്ച്. യെഹെസ്കേൽ പ്രവചനം 36:37. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി പോരുന്ന പട്ടണങ്ങൾ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം പറയാ ഒന്നുകൂടെ ചെയ്യാൻ പോവുകയാ.
ആട്ടിൻകൂട്ടത്തെ പോലെ സ്വർഗത്തിലെ ദൈവം ജനത്തെ വർദ്ധിപ്പിക്കുമെന്ന്. എങ്ങനെയാ? ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം ജനത്തെ വർദ്ധിപ്പിക്കും. മറ്റ് വളർത്തുമൃഗങ്ങളെക്കാൾ വ്യത്യസ്തമായി വർധനവിൻ്റെ കാര്യം പറയുമ്പോൾ ആടുകൾക്കൊരു വർധനവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരാത്മാവിനെ നേടിക്കഴിഞ്ഞാൽ അല്ലേ ഇവിടെ സ്ഥലം പോരാതെ ഒരുവോളം ആത്മാക്കൾ ആയി തീരും. അങ്ങനെ ഓരോരുത്തരും ആത്മാക്കൾ അല്ലെ നേടുമ്പോൾ ആട്ടുംകൂട്ടം വർദ്ധിച്ചതുപോലെ ദേശത്ത് ദൈവത്തിൻ്റെ സഭ വർദ്ധിക്കുവാനിടയായിത്തീരും. അതിൻ്റെ പിന്നിൽ പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഇസ്രായേൽ ജനം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. കഴിഞ്ഞതായ നാളുകളിൽ ദൈവം അനേക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ രാക്കാലകൾ ദൈവമക്കൾ ദൈവസന്നി എഴുന്നേറ്റ് നിലവിളിക്കണം. വീതിയുടെ തലക്കലൊക്കെ വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി ഓരോരോ കണ്ണീരൊഴുക്കണം. ആത്മാക്കളുടെ ഉടമസ്ഥൻ ജീവിതങ്ങളെ സന്ദർശിക്കുവാനിടയായിത്തീരും. ഇന്നത്തെ കണ്ണുനീര് നാളത്തെ ഒരു കൊയ്ത്തായി മാറും. ഇന്നത്തെ അഭയാചന വരുന്ന ദിവസങ്ങൾ ആത്മാക്കളുടെ ഒരു കൊയ്ത്തായി മാറും. ദൈവമക്കളെ, ദൈവ ശുശ്രൂഷ വൃന്ദങ്ങളെയും വർദ്ധിപ്പിക്കും. ദൈവ ശുശ്രൂഷ വൃന്ദങ്ങളെയും വർദ്ധിപ്പിക്കും. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം 22-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. ആകാശത്തിലെ സൈന്യത്തെ എണ്ണുവാനും കടൽപ്പുറത്തെ മണൽ അളക്കുവാനും കഴിയാത്തതുപോലെ ഞാൻ എന്റെ ദാസനായ ദാവീദിന്റെ സന്തതിയെയും എന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും വർദ്ധിപ്പിക്കും. കേട്ടോ, എന്റെ ശുശ്രൂഷകന്മാരായ ലേവ്യരെയും ശുശ്രൂഷകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. ഇവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ട അതിൽ പല പ്രിയപ്പെട്ടവർ ഇരിപ്പുണ്ട് കേട്ടോ. സ്വോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പലരെയും ഇതിനകത്ത് കാണുകയാണ്. ദൈവത്തിൻ്റെ ഗണത്തിൽ, ശുശ്രൂഷാ ഗണത്തിൽ ദൈവം ചിലരെ നിർത്തുവാൻ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വായായി ശബ്ദമായി ദൈവം ചില എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ ഒരു 60-ലധികം ശുശ്രൂഷകന്മാരുണ്ട്. എൻ്റെ ഒരു ചെറിയ കണക്കിൽ അതിലധികമാണ്. സ്തോത്രം. എത്ര? ചെറിയ കണക്കാട്ടോ, എണ്ണാൻ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ അതിൽ ചിലരൊക്കെ ആ ദേശത്ത് തന്നെ, പട്ടണത്തിൽ തന്നെ ഉണ്ട്. അനേക രാജ്യങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ വിവിധ സഭകളിലാണ് പലരും. എന്നാൽ അവിടെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വന്ന അനേക യുവാക്കൾ ഇന്ന് കർത്താവിൻ്റെ ശക്തിയുള്ള ശുശ്രൂഷകന്മാർ. അതിൽ ഡിസ്ട്രിക്ട് വലിയ ലീഡർഷിപ്പിലായിരിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വേല ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ലേവ്യരെ വർദ്ധിപ്പിക്കുന്ന ദൈവം. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിൻ്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. അപ്പോൾ വേലക്കാരെ എഴുന്നേൽപ്പിക്കണമേ. അപ്പോൾ തന്നെ ഓരോ പ്രിയപ്പെട്ടവരും അറിയുക, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തി തരുന്നതിന് തക്കവണ്ണം ദൈവ വേലക്കായി സമർപ്പിച്ചോളണം. ദൈവവേലക്കായി സമർപ്പിച്ചു ഒതുങ്ങിയിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ജീവിതത്തെ നാം വിട്ടുകൊടുക്കണം. അല്പത്തിൽ വിശ്വസനായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കും. താലന്തുകൾ ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ടവർ, വിളിയുള്ളവർ, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി കർത്താവിന് വേണ്ടി പുറപ്പെടുവാൻ. സ്വോത്രം. ദേശത്ത് ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവ ശിഷ്യന്മാരെ ഈ രണ്ടായി അയച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം ഈ സഭയിൽ നിന്ന് പലരെയും വിവിധ ഇടങ്ങളിൽ അയക്കുവാനിടയായിത്തീരും. ദൈവം അനേക ആത്മാക്കളെ നേടുവാൻ തക്ക നിലകളിൽ നിങ്ങളെ നിമിത്തങ്ങളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വോത്രം. അവ ലേവ്യരെ ദൈവം വർദ്ധിപ്പിക്കും.
ഈ കർത്താവിൻ്റെ വേലയിലും ദൈവമക്കൾ വർത്തിച്ചു വരുന്നവരായിരിക്കണം. കർത്താവിൻ്റെ വേലയിൽ വർത്തിച്ചു വരുന്നവരായിരിക്കണം. പുതിയ നിയമത്തിൽ വളരെ മനോഹരമായൊരു വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യം. എനിക്ക് കാണാൻ പറയാൻ കഴിയുമെങ്കിലും ഒന്ന് വായിച്ചേ. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. എപ്പോഴും എന്നുള്ളടത്തുനിന്ന് ഹൃദയത്തിൽ അടിവരയിട്ടുള്ളൂ. നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വൃഥാവല്ല, അതറിയണം. ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ഒന്നാ കർത്താവിൻ്റെ വേല. സ്വോത്രം. ദൈവം നമ്മെ ആക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവമക്കളെ, വേലയിൽ വർദ്ധിക്കുക. സ്വോത്രം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കണമെങ്കിൽ സൗമ്യതയുള്ളവരായിരിക്കണം. സന്തോഷം വർദ്ധിക്കണമെങ്കിൽ സൗമ്യതയുള്ള ആ വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാ 29-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. 29-19. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും സൗമ്യതയുള്ളവർക്ക് ഭൂമിയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. സാധുക്കളായെന്ന് പറഞ്ഞാൽ തോന്നില്ലാത്തവരാ അല്ല, ദൈവസന്നിധി എളിമയോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ രക്ഷിതാവായ ദൈവത്തിൽ ആനന്ദിക്കും. സ്വോത്രം. സ്വർഗത്തിലെ ദൈവം ആര് ദൈവസന്നിധി എളിമപ്പെടുമോ അവിടെ രക്ഷിക്കുന്നവനാണ് ദൈവം. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു എന്നാണ്. ദൈവസന്നിധിയിൽ ഉപവാസത്തിൽ താഴ്ത്തിയേൽപ്പിക്കുക. നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം ഒരു വർദ്ധനവിലേക്ക് നമ്മെ നയിക്കുവാൻ. ഇത് പോര കർത്താവേ, ഈ അവസ്ഥ പോര കർത്താവേ, ദൈവമേ ഒരു വർദ്ധനവ് തരണമേ. എൻ്റെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടതിനൊക്കെ ഒരു വർദ്ധനവ് അങ്ങ് കൽപ്പിച്ചാക്കണമേ എന്ന് ദൈവമക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ സഭയിൽ ആത്മാക്കളുടെ എണ്ണത്തിൽ വർദ്ധനവുകൾ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വർദ്ധനവ്, ആത്മീക ജീവിതത്തിൽ വർദ്ധനവ്. സ്വോത്രം. ഈ ആത്മീയ വർദ്ധന വരുന്നത് ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ ആത്മീയ വർദ്ധന ഉണ്ടാകും. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ആത്മീയ വർദ്ധന ഉണ്ടാകും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർദ്ധന വരുത്തുന്നു. പ്രവാചക ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ ആത്മീയ വർദ്ധന ഉണ്ടാകും. സ്വോത്രം. പ്രവചനത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. പ്രബോധനത്തിനും ആശ്വാസത്തിനും ആത്മീക വർദ്ധനയ്ക്കുമായി ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നതാണ് പ്രവാചക ശബ്ദം. സ്വോത്രം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി തരും. ആ ദൂതിന്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗമുള്ളവരായി മാറും. ദൈവാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ആത്മീയത്തിൽ വർദ്ധനവുണ്ടാകും. സ്വോത്രം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ നിന്റെ സന്നിധി സന്തോഷിക്കുന്ന സന്തോഷം. എങ്ങനെയുള്ള സന്തോഷം എന്നാ? കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച പലതിനും മറുപടിയുടെ വർഷമാണ് ഈ വർഷം. ചില കാത്തിരിപ്പുകൾ ഒരാൾ വിതച്ചിട്ട് കാത്തിരിക്കുന്നത് പോലെ കഴിഞ്ഞതായ നാളിൽ കരഞ്ഞത് പ്രാർത്ഥിച്ചത് നിന്റെ ജീവിതത്തിൽ മറുപടിയായി തന്നുകൊണ്ട് സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു കൊയ്ത്തുകാലത്തിലെ സന്തോഷത്തിലേക്ക്, കൊള്ള പങ്കിടുമ്പോഴുള്ള ആനന്ദത്തിലേക്ക്
ദൈവത്തിന്റെ സഭയെ ദൈവം വഴി നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, 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 ആമേൻ. വാർത്തനവിനായി ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുക്കുക. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അന്ധകാരങ്ങൾ മാറണം. ദേശത്തിന്റെ ബന്ധനങ്ങൾ അഴിയണം. ഉടനവല ഹന്തരാജകൾ ആത്മാക്കൾ വിടുവിക്കപ്പെടണം. എന്നെ നിന്റെ നാമം മഹത്വമായി ഉപയോഗിക്കണം. അസ്ത രാജ, വൈഡ രാജ, ദേശത്തിന്റെ അതിരുകളെ ഒട്ടാരഗജ, വൗഡാരാജ, ദേശത്തിന്റെ അതിരുകളെ ദൈവം വിശാലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സിൽ കുറിച്ച് ദൈവസഭ പ്രാർത്ഥിക്ക്. വരുന്ന 14 മാസങ്ങൾ ഘട്ടം ഘട്ടമായി ദൈവസഭ ഒരു വർധനവിലേക്ക്, വിവിധ ഭാഷക്കാർ, വിവിധ വ്യക്തികൾ ദൈവസഭയിലൂടെ വിടുവിക്കപ്പെടുന്ന ചില ഹല്ലേലൂയ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഇവിടെ ഇരിക്കുന്ന പലതിനെ നിമിത്തങ്ങളായി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ദൈവമക്കളെ, മറ്റു മനുഷ്യർക്ക് നമ്മോട് അസൂയ തോന്നുവാൻ ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും. ഇസഹാക്കാണ്ടിൽ വിതച്ചു, അവന് 100 പേര് വിളവ് കിട്ടി. അവൻ വാത്തിച്ച് മഹാധനവാനായിട്ട്. ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ദൈവമക്കളെ ദൈവം വർദ്ധിപ്പിക്കുമ്പോൾ ശത്രുപാളയങ്ങൾക്ക് അസൂയ തോന്നത്തക്കവണ്ണം ദൈവം വർദ്ധിപ്പിക്കുന്നവനാണ്. ആത്മീയവും ഭൗതികമായ ജീവിതത്തിൽ, സഭയിൽ, ആത്മാക്കളുടെ എണ്ണത്തിൽ, ശുശ്രൂഷ വൃന്ദങ്ങളിൽ എല്ലാം വരാനുള്ള നാളുകളെ കണ്ട് ഈ പ്രാരംഭ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു വർധനവ് ദൈവമക്കൾക്കുണ്ട്. ദൈവം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷം ഇതാണ്. കൊയ്ത്തുകാലത്തിലെ സന്തോഷം. വിത കഴിഞ്ഞൊരു കാത്തിരിപ്പുണ്ട്. വിതയ്ക്കുമ്പോൾ വലിയ അതായത് കഷ്ടപ്പാടാണ്. എന്നാൽ കൊയ്ത്ത് വരുമ്പോൾ വലിയ സന്തോഷമാണ്. കൊള്ള പങ്കിടുന്നത് എപ്പോഴാണ്? യുദ്ധം കഴിഞ്ഞിട്ടാ. സ്വോത്ര കഴിഞ്ഞ ആളുകൾ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ വിവിധ നിലകളിൽ യുദ്ധം ചെയ്ത വിഷയത്തിൽ ദൈവത്തിലെ ഒരു കൊള്ളതി പങ്കിടാൻ പോവുകയാണ്. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം, ഏറ്റെടുക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.